നമസ്കാരം. തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് ശാന്തമായൊരു രാത്രിയിൽ നമ്മളൊരു യാത്ര പോവുകയാണ് കാലത്തിന് പിന്നിലേക്ക്. ഏകദേശം 2000 വർഷങ്ങൾക്കപ്പുറമുള്ള ചൈനീസ് മലനിരകളിലേക്ക്. അവിടെ മഞ്ഞുമൂടിയ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ അറ്റമില്ലാത്തൊരു കടൽ പോലെ ഈ മതിൽ പരന്നുകിടക്കുന്നു. നമ്മൾ വിചാരിക്കും ഇതൊരു മതിൽ മാത്രമാണെന്ന്. എന്നാൽ ഇതൊരു രാജ്യത്തിൻ്റെ അതിജീവനമായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ കല്ലുകൾ നമ്മളോടെന്തോ സംസാരിക്കുന്നത് പോലെ തോന്നും. രാത്രിയുടെ നിശബ്ദതയിൽ ആ മലനിരകളിൽ കാറ്റു വീശുമ്പോൾ ഇതിൻ്റെ കല്ലുകൾക്കിടയിൽ നിന്ന് പഴയ തൊഴിലാളികളുടെ വിലാപം കേൾക്കാമെന്ന് ഇന്നും അവിടുത്തുകാർ വിശ്വസിക്കുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ഇതിനായി ഹോമിക്കപ്പെട്ടു. അതുകൊണ്ടാണിതിനെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശ്മശാനമെന്ന് വിളിക്കുന്നത്. നമുക്കാ കല്ലുകൾക്കുള്ളിലെ രഹസ്യങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. പലരും ചോദിക്കാറുണ്ട്, ആധുനിക യന്ത്രങ്ങളില്ലാത്ത കാലത്ത് എങ്ങനെയാണവർ ഈ കല്ലുകൾ മലമുകളിലെത്തിച്ചതെന്ന്. മനുഷ്യരുടെ വിയർപ്പായിരുന്നു അന്ന് ഏറ്റവും വലിയ ഇന്ധനം. തോളിലേറ്റിയും ചങ്ങലകൾ വലിച്ചു നിരക്കിയും അവർ ആ വലിയ കല്ലുകൾ മലയുടെ ഉച്ചിയിലെത്തിച്ചു. കിലോമീറ്ററുകളോളം മലമുകളിലേക്ക് ടണ്ണുകളോളം ഭാരമുള്ള കല്ലുകൾ ചുമന്നുകയറ്റുന്ന ആയിരക്കണക്കിന് മനുഷ്യർ. വീണാൽ സഹായിക്കാൻ ആരുമില്ല, വിശന്നാൽ തരാൻ ഭക്ഷണവുമില്ല. ഒരു കല്ല് താഴെ വീണാൽ അത് തൊഴിലാളിയുടെ മരണശിക്ഷയായിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾ നീളമുള്ള ഈ മതിൽ യഥാർത്ഥത്തിൽ പണിതത് കല്ലും മണ്ണും കൊണ്ടല്ല, മനുഷ്യരുടെ നിസ്സഹായത കൊണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ മതിൽ ഇത്രയും ഉറപ്പോടെ നിൽക്കുന്നത് ഒരു പ്രത്യേകതരം പശ കാരണമാണ്. അതവരുടെ അടുക്കളയിൽ നിന്നുണ്ടായ ഒന്നായിരുന്നു. പശയുള്ള അരി അഥവാ സ്റ്റിക്കി റൈസ് കുഴച്ച് ചുണ്ണാമ്പുമായി ചേർത്ത് അവരൊരു കൂട്ടുണ്ടാക്കി. ഇതിനെ റൈസ് മോർട്ടാർ എന്ന് വിളിക്കുന്നു. ഇന്നത്തെ സിമൻറ്റിനേക്കാൾ ഉറപ്പുള്ള ഒന്നായിരുന്നു അത്. ഈ അരിപ്പശയാണ് വൻമതിലിനെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഇന്നും സംരക്ഷിക്കുന്നത്. പക്ഷേ ഈ അരിയുണ്ടാക്കാൻ വേണ്ടി പോലും കർഷകർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നു എന്നത് ചരിത്രത്തിലെ മറ്റൊരു വിരോധാഭാസം. വൻമതിലിനെക്കുറിച്ച് പറയുമ്പോൾ മെങ് ജിയാങ് നു എന്ന പെൺകുട്ടിയുടെ കഥ പറയാതിരിക്കാൻ കഴിയില്ല. തൻ്റെ ഭർത്താവിനെ പണിക്ക് കൊണ്ടുപോയിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തെ കാണാൻ ഒരു തണുപ്പുകാലത്ത് അവൾ ആ മലനിരകളിലേക്ക് നടന്നു. അവിടെ എത്തിയപ്പോഴാണ് അവൾ ആ സത്യം അറിയുന്നത്. അമിതമായ ജോലിഭാരം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം മതിലിനുള്ളിൽ എവിടെയോ അടക്കം ചെയ്തിരിക്കുകയാണ്. അവൾ ആ മതിലിനരികെ ഇരുന്ന് അലറിക്കരഞ്ഞു. അവളുടെ വേദന ആ കല്ലുകൾ പോലും കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. അവളുടെ കണ്ണീരും വിലാപവും കൊണ്ട് മതിലിൻ്റെ ഒരു വലിയ ഭാഗം തകർന്നു വീണു. തകർന്നു വീണ ആ കല്ലുകൾക്കിടയിൽ തൻ്റെ ഭർത്താവിൻ്റെ അസ്ഥികൾ അവൾ കണ്ടു. ഈ കഥ ഒരു കെട്ടുകഥയായിരിക്കാം, പക്ഷേ ആ മതിലിനായി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദന ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ കല്ലിലും ഒരാത്മാവ് ഉറങ്ങുന്നുണ്ടെന്ന് അവിടുത്തുകാർ വിശ്വസിക്കാൻ കാരണവും ഇതുതന്നെയാണ്. രാത്രികാലങ്ങളിൽ ഈ മതിലിൻ മുകളിൽ നിന്ന് നോക്കിയാൽ ദൂരെ മലമുകളിൽ തീ പുകയുന്നത് കാണാം. അതൊരു സന്ദേശമായിരുന്നു. ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ വാച്ച് ടവറുകളിൽ നിന്നും പുകയുയരും. വെറും മിനിറ്റുകൾക്കുള്ളിൽ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ചക്രവർത്തിക്ക് മുന്നിൽ വിവരമെത്തുമായിരുന്നു. ചൈനയെ വർഷങ്ങളോളം കാത്തുരക്ഷിച്ചത് ആ പുക സന്ദേശങ്ങളായിരുന്നു. ഇന്ന് നാം കാണുന്ന മതിൽ അതിൻ്റെ പഴയ പ്രതാപത്തിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. പലയിടത്തും കാടും മണ്ണും മൂടി അത് മറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇന്നും ആ മലനിരകളിൽ കാറ്റുകീശുമ്പോൾ ആ കല്ലുകൾക്കിടയിൽ മരിച്ചുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശ്വാസം നമുക്ക് കേൾക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മലകളും വഴിമാറുമെന്ന് ഈ മതിൽ തെളിയിക്കുന്നു. പക്ഷേ ആ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ആരും കാണാത്ത ആയിരക്കണക്കിന് കണ്ണീർ കഥകളുണ്ടാകും. ഇനി നിങ്ങൾ മെല്ലെ ഉറക്കത്തിലേക്ക് ആഴ്ന്നോളൂ. ആ മലനിരകളിലെ കാറ്റും മഞ്ഞും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പടരട്ടെ. മറ്റൊരു രാത്രി മറ്റൊരു രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭനിദ്ര.